വിശ്വാസോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ഒരു വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടിയാണ്. ക്രിസ്തീയ വിശ്വാസവുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമോ പഠന വിധേയമാക്കേണ്ടതോ ആയ എന്തെങ്കിലും ഒന്ന് ആ സിനിമയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ ആ സിനിമ കണ്ട ഒരാളാണ്. മറ്റെന്ത് ഘടകമായിരിക്കാം ആ സിനിമയുടെ പ്രദർശനത്തിലേക്ക് വഴിവെച്ചത്? ഇനി അഥവാ പ്രണയം എന്ന് പറയുന്ന ഒരു വിഷയത്തിലെ കുറിച്ചുള്ളതാണ് എങ്കിൽ പോലും മതമിടപെടാത്ത എത്രയെത്ര ഉദാഹരണങ്ങൾ, അങ്ങനെ ഒരു വിഷയത്തെ ആധികാരികമായി തന്നെ എത്ര സിനിമകൾ നമ്മുടെ ഭാഷയിൽ തന്നെ ഉണ്ടാകും, ലോക സിനിമയിൽ തന്നെ ഉണ്ടാകും. എന്തുകൊണ്ട് ഈ സിനിമ, ദൂരദർശന്റെ പ്രദർശനവുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാക്കിയിരിക്കുന്ന ഈ സിനിമ എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാകും? മാധു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, ഇപ്പോൾ ഇടുക്കി രൂപതയിൽ ഈ പ്രോഗ്രാമിന് പേര് പറയുന്നത് വിശ്വാസോത്സവം എന്നാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ പേര് IBC എന്നാണ്, ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് എന്നാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ്. ചില ഇടങ്ങളിൽ അത് 4 ദിവസം ആകാറുണ്ട്. പക്ഷേ വെക്കേഷൻ കാലത്ത് നടത്തുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സാണ്. ആ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സിൽ വിശ്വാസത്തെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച്, ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ചൊക്കെയാണ് സാധാരണഗതിയിൽ പഠിപ്പിക്കുക. അവിടെ മോറൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാനൊരു കാറ്റഗിസം അധ്യാപകനായിരുന്നു. ഞാൻ ഒത്തിരി IBC കോഴ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളയാളാണ്. എന്നാൽ അവിടെ ഒരു മോറൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്കിതുവരെ ബോധ്യമായിട്ടില്ല. അപ്പോൾ കൃത്യമായി എന്തുകൊണ്ടാണ് അവിടെ ഈ വിഷയം തിരഞ്ഞെടുത്തത്? ഇപ്പോൾ ദൂരദർശനിൽ ഇത് വന്നതിൻ്റെ തലേ ദിവസമാണ് ഇടുക്കി രൂപതയിൽ പ്രദർശിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൂരദർശനിൽ വന്നതുകൊണ്ട് പ്രദർശിപ്പിച്ചതൊന്നുമല്ല. അതിൻ്റെ തലേ ദിവസമാണ് ഇത് ഇടുക്കി രൂപതയിൽ പ്രദർശിപ്പിച്ചത്. അപ്പോൾ ആൻ്റണി അച്ഛൻ നേരത്തെ പറയാനുണ്ടായിരുന്നു, ഈ ഇടുക്കി രൂപതയിൽ ഇത് പ്രദർശിപ്പിച്ചത് 4-ാം തീയതിയാണ്. ഇന്ന് 9-ാം തീയതിയാണ് നമ്മൾ ഈ ചർച്ചകൾ മുഴുവൻ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് 9-ാം തീയതി എടുത്ത് ഈ വിഷയം വലിയ ചർച്ചയായത് എന്നൊക്കെ ആൻ്റണി അച്ഛൻ ചോദിക്കുന്നുണ്ട്. കൃത്യമായി അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യമായി മാധുവിനോട് പറയാനുള്ളത്. അതിൻ്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം ഉണ്ടായ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സിൽ മുഴുവനും കേരളത്തിലെ മിക്കവാറും ഇടവകകളിൽ, ആൻ്റണി അച്ഛനോട് ചോദിച്ചാൽ അറിയാം, ഇപ്പോൾ ഏതാണ്ട് ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സുകൾ ഏതാണ്ട് എല്ലാ ഇടവകളിലും കഴിഞ്ഞിരിക്കുന്നു. വളരെ ചുരുക്കം ഇടവകളിൽ മാത്രമേ ഇനി ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് നടത്താനുള്ളൂ. ഇപ്പോൾ താമരശ്ശേരി രൂപതയിലാണെങ്കിലും മാനന്തവാടി രൂപതകളിലാണെങ്കിലും മിക്കവാറും ഇടവകളിൽ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അവിടെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അവിടത്തെയൊക്കെ മിക്കവാറും IBC കോഴ്സുകൾ കഴിഞ്ഞിരിക്കുന്നു. ആ കോഴ്സുകൾ കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ ഇവർ പ്രഖ്യാപിക്കുന്നത്, ഇത് കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് എന്നുള്ളത് വലിയ വൈരുദ്ധ്യമാണ്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? ഈ കേരളത്തിലെ മിക്കവാറും എല്ലാ പള്ളികളിലും, അവിടെ മിക്കവാറും എല്ലാ ഇടങ്ങളിലും, സീറോ മലബാർ സഭയിൽ മാത്രമല്ല കേട്ടോ, ലത്തീൻ രൂപതയിലും മലങ്കര രൂപതയിലും എല്ലാം ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് മണിപ്പൂർ സ്റ്റോറിയായിരുന്നു. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മേനകയുടെ മുമ്പിൽ കൂടി നടന്നു പോകുമ്പോൾ അവിടെ ഒരു തെരുവ് നാടകം കളിക്കുന്നുണ്ടായിരുന്നു. ആ തെരുവ് നാടകത്തിൻ്റെ പേര് മണിപ്പൂർ മനഃപൂർവമാണ് എന്ന തെരുവ് നാടകമായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാഞ്ചോപുരം എന്ന് പറയുന്ന ഇടവകയിൽ നിന്നുള്ള കുട്ടികളാണ് ഈ തെരുവ് നാടകം പുറത്തിറങ്ങി നാട് മുഴുവൻ അവതരിപ്പിച്ചത്. മണിപ്പൂർ മനഃപൂർവമാണ് എന്നായിരുന്നു ആ തെരുവ് നാടകത്തിൻ്റെ പേര്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇപ്രാവശ്യവും പലയിടങ്ങളിലും മണിപ്പൂർ സ്റ്റോറിയെക്കുറിച്ചാണ്, മണിപ്പൂർ ദ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ടവരുടെ കരച്ചിൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയാണ് പലയിടത്തും കാണിച്ചത്, പലയിടത്തും ചർച്ചയായത്. പലയിടത്തും പല വിഷയങ്ങളും ഇന്ത്യയിൽ മരിക്കുന്ന വിശ്വാസങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വിശ്വാസ ജീവിതം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെയാണ് പലയിടത്തും ചർച്ചയായത്. ആ ചർച്ചകൾ ഇങ്ങനെ പല ഇടവകകളിലും വളരെ സ്വാഭാവികമായി നടന്നു പോവുകയാണ്. അത് സ്വാഭാവികമായി നടന്നു പോകുന്നതുകൊണ്ട് തന്നെ അതിന് വലിയ പരസ്യം കിട്ടിയില്ല, പുറത്തധികം ആളുകൾ അറിഞ്ഞില്ല, അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞങ്ങളുടെ സ്വാഭാവിക രീതികളാണ്. ആ രീതികളെ അങ്ങനെ ചർച്ചകൾ നടന്നു പോകുന്നത് മനസ്സിലാക്കിയ ഏതോ ശക്തി ഏതോ ഒരു ഇടവകയിൽ കൊണ്ടുവന്ന് ഒരു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുകയും IBC എന്ന സംവിധാനം ഏകദേശം തീരാറായ ഘട്ടത്തിൽ ഇതാ കേരള സ്റ്റോറിയാണ്, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് എന്ന മട്ടിൽ അതിനെ കാണിക്കുകയും ചെയ്തത് വലിയ അപകടമാണ്. ഞാൻ പറഞ്ഞത് ഈ കേരള സ്റ്റോറി അല്ല കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്. സീറോ മലബാർ സഭയുടെ വക്താവായ വടക്കേക്കരച്ചൻ പോലും അത് പറയില്ല. കേരള സ്റ്റോറിയുടെ കണ്ടന്റ് ആണോ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്? എനിക്ക് തോന്നുന്നില്ല അത്.
അങ്ങനെ ആരും പറയില്ല. KCBC പറഞ്ഞിട്ടില്ല, CBCI പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി CBCIയുടെ മീറ്റിംഗിനകത്ത് പ്രദർശിപ്പിച്ചതാണ്. മണിപ്പൂരിലെ ആർച്ച് ഡയസിസ് ഔദ്യോഗികമായി ഇറക്കിയതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതാണ് ഇവിടുത്തെ യഥാർത്ഥ ചർച്ചാ വിഷയം. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഉള്ളിലെ നീറുന്ന വിഷയം അതാണ്. ആ വിഷയത്തെ മാറ്റി നിർത്താൻ വേണ്ടി ഒരു പുതിയൊരു കഥ അവതരിപ്പിച്ചിട്ട് ഇതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കേരളത്തിലെ എല്ലാ സഭകളും, എല്ലാ ആളുകളും ഇതാണ് അതിന്റെ രീതി.